കേരളത്തിലെ അറിയപ്പെടുന്ന ചിത്രകാരനും കവിയും എഴുത്തുകാരനുമാണ് സുനിൽ അശോകപുരം. ഇന്ന് അദ്ദേഹം കേരള ലളിതകലാ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടുകയും ഒരു വിമർശന പക്ഷത്ത് നിലനിർത്തുന്നതിൽ കരുതൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സുനിൽ അശോകപുരം. ഇന്ന് ഡയലോഗ് വീഡിയോയുമായി അദ്ദേഹം സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. സുനേട്ട, സുനിൽ അശോകപുരം എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നതൊക്കെ. ഒരു ചോദ്യം ക്ലേശയാണെങ്കിൽ കൂടി തന്നെ ഈ അശോകപുരം എന്ന് പറയുന്നൊരു പ്രദേശം എങ്ങനെയായിരിക്കും താങ്കളുടെ വരകളിലെ, ചിന്തകളിലെ, അല്ലെങ്കിൽ ആലോചനകളിലൊക്കെ തന്നെ ഒരു ഇമാജിനറി, ഒരു പ്രതിബിംബങ്ങളുടെ കൂട്ടത്തെ, അല്ലെങ്കിൽ ആലോചനകളെ, അല്ലെങ്കിൽ അതിൻ്റെ കാൽപ്പനികമായി നിർമ്മിക്കപ്പെടുന്ന ഓരോ വസ്തുക്കൾ, നിറങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ രൂപങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കാം ഈ അശോകപുരം എന്നൊരു ഭൂപ്രദേശത്തിൽ നിന്നുകൊണ്ട് ഒരു സ്വാധീനമോ, അല്ലെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു എനർജി, ഒരു ഊർജം ഉണ്ടാക്കിയിട്ടുണ്ടോ? അശോകപുരം എന്ന് പറയുന്ന ഒരു നാട് എന്നെ എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതൊരു വാസ്തവമാണ് സത്യത്തിൽ. എനിക്കൊരു വൈകാരിക അംശമാണ് സത്യത്തിൽ. ഞാൻ എൻ്റെ വീട്ടിൽ അതിൻ്റെ ഒരു വളരെ ഇമോഷണലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, ഒരു 8 മക്കൾ ഉള്ള ഒരച്ഛൻ്റെ ഒരു വരുമാനത്തൊന്നും, അത് ഒരു കൂലിപ്പണിക്കാരനായില്ല, വല്യങ്ങാടിയിൽ ഒരു ബസാറിൽ പണിയെടുക്കുന്ന ഒരാളുടെ വരുമാനത്തിൽ 8 മക്കളായിട്ട് 8 പേരും, അച്ഛനും അമ്മയും അമ്മേൻ്റെ അമ്മയും, ഇങ്ങനെ അടങ്ങുന്നൊരു വലിയ ഒരു കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓല വീട്ടിൽ താമസിക്കുന്ന, ഞാനൊക്കെ കട്ടലിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് വളർന്നത്, മുകളിലല്ല. ഞങ്ങൾ ഒരുപാട് മക്കളും എല്ലാം കൂടെ അങ്ങനെ വളർന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ അകത്ത് എനിക്ക് ചിത്രകല എന്ന് പറഞ്ഞ് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും കോളേജ് ഓഫ് ഫൈൻ ആർട്സിലോ അങ്ങനെയൊക്കെ എന്താ നീ ചേരാനെന്ന് ചോദിച്ചപ്പം എനിക്ക് അക്കാലത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ആ സമയത്തും നമ്മൾ വായനയുണ്ട്. അപ്പം ഞാൻ എൻ്റെ തൊട്ട വീട്ടിൽ അവരുടെ വീട്ടിൽ അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. അപ്പം അവിടെയാണ് ഞാൻ നീ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം. അവിടെ ഒരു ഗീതേച്ചുണ്ടായിരുന്നു. അവരന്ന് ആർട്സ് കോളേജിൽ ഡിഗ്രി പഠിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ അവർക്ക് വായിക്കുമായിരുന്നു നന്നായിട്ട്. അവർക്ക് പുസ്തകം എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് ലൈബ്രറിയിൽ ഞാൻ പോയിട്ട് എടുത്തു കൊടുക്കുക. അങ്ങനെയാണ് എൻ്റെ വായനയുടെ സാധ്യത ഉണ്ടാവുന്നത്, വായനൻ്റെ ഒരു സാധ്യത തുടങ്ങുന്നത്. അവരെ പോലും വായനയിൽ മാറ്റിയത് ഞാനാണ്. അവർ ഈ മുട്ടത്ത് പറക്കി ഈ നോവലൊക്കെ വായിക്കുന്നതോടന്ന് ഈ മധുമാഷ ചേതന ലൈബ്രറിയിൽ നിന്ന് മാക്സിം ഗോർക്കിൻ്റെ ഒക്കെ പുസ്തകം. ഏറ്റവും സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോഴും കടന്നു വരുന്നുണ്ട് അതീ വരകളിലും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ ഭാവങ്ങളാണ് പ്രശ്നം. ആ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഭാവങ്ങളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സർവൈവ് ചെയ്യുന്നതിൻ്റെ ഭാവം ഉണ്ടാവാം, ദൈന്യത ഉണ്ടാവാം, അങ്ങനത്തെ പല തരത്തിലുള്ള രൂപങ്ങൾ, സ്ത്രീ രൂപങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എൻ്റെ ചിത്രങ്ങളിൽ, പെയിൻറ്റിങ്ങുകളിലായാലും ഡ്രോയിങ്ങുകളിലൊക്കെ കാണുന്ന സ്ത്രീകളുടെ ദൈന്യതയെ കുറിച്ച് ചോദിച്ചല്ലോ, അതിലെനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഞാൻ കണ്ടതും പരിചയപ്പെട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള സ്ത്രീകളായിട്ട് സംസാരിച്ചപ്പോഴെല്ലാം അവരൊക്കെ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നു പോകുന്ന വഴികളും അതിൻ്റെ ദൈന്യതയൊക്കെയായിരുന്നു. പക്ഷേ അത് വേറൊരർത്ഥത്തിൽ എന്നെ അമൃത ഷെർഗിളിനെ പോലുള്ള ഇന്ത്യൻ പെയിൻ്ററായിട്ടുള്ള അമൃത ഷെർഗിളിൻ്റെ പെയിൻറ്റിങ്ങുകൾ, ആ പെയിൻറ്റിങ്ങുകളുടെ ദൈന്യത എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അമൃത ഷെർഗിൻ്റെ 3 സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വർക്കുകളും അവരുടെ എല്ലാ സ്ത്രീ രൂപങ്ങളിലും ഇന്ത്യൻ സ്ത്രീൻ്റെ ഒരു ദൈന്യത ഉണ്ട്. ഇന്ത്യൻ ഗ്രാമീണ സ്ത്രീ ജീവിതത്തിൻ്റെ ദൈന്യത അവരുടെ ചിത്രങ്ങളിൽ മൊത്തം കാണാമായിരുന്നു. അതേമാതിരി മെക്സിക്കൻ
ചിത്രകാരിയായുള്ള ഫിഡാൻ്റെ വർക്കുകൾ, നമ്മൾ വേറൊരർത്ഥത്തിൽ മലയാളി ചിത്രകാരിയായുള്ള പത്മിനീൻ്റെ ചിത്രങ്ങളിൽ എല്ലാം എനിക്ക് അത് നിരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരർത്ഥത്തിൽ അറിഞ്ഞോ അറിയാണ്ടെയോ ചിലപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായിരിക്കണം ചിലപ്പം എൻ്റെ വർക്കുകളിലെ ഒരു സ്ത്രീ രൂപങ്ങളിലെ എത്ര ഡിസ്റ്റോർട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് വരുന്ന അവരുടെ ഒരു ഭാവം, ദൈന്യതയാണെന്ന് പലരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഞാൻ ജീവിച്ച ആ ഒരു കാലത്തിൻ്റെ സ്ത്രീ ജീവിതത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവസ്ഥയിൽ എനിക്ക് അങ്ങനെ വരയ്ക്കാനാവുള്ളായിരുന്നു. അതായിരിക്കണം അങ്ങനെയൊരു രീതിയിലേക്ക് ചിത്രങ്ങൾ മാറുന്നത്. അതിൻ്റെ വേറൊരു തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സമയത്ത് വീട്ടിൽ ഇരുന്നിട്ട് ചാർക്കോളും സോഫ്റ്റ് വേസ്റ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ സ്ത്രീകളുടെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ പോർട്രേറ്റ്, അതുകൂടാണ്ട് നമ്മളുടെ പരിസരത്തുള്ള ചില സ്ത്രീ കാഴ്ചകൾ, അലക്കി തോർത്താനിടുന്നത്, അലക്കുന്നത്, ഇങ്ങനെ അത് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു രീതിയിലല്ല. അത് പലപ്പോഴും അവരുടെ ഭാവങ്ങൾക്കായിരുന്നു പ്രധാനം, അതിലും അവരുടെ ദൈന്യതകളായിരുന്നു കൂടുതൽ വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സീരീസായിട്ട് ഞാൻ കുറേ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഏസോമൻ വീട്ടിലേക്ക് വരുമ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ കുറേ കണ്ടപ്പോൾ ഏസോമൻ എന്നോട് ചോദിച്ചു, സുനിൽ നമുക്ക് ഇതൊരു ഷോ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതിങ്ങനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റഡിയും ഒരു തരം ഒരു സ്റ്റഡീൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലെ സ്ത്രീകളുടെ രൂപങ്ങളെ, സ്ത്രീ ജീവിതത്തിന് എൻ്റെ ഒരു സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എക്സിബിഷനൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നമ്മൾ നല്ല ഇപ്പം നമുക്കത് ചെയ്യാനുള്ളൊരു പാരലൽ ഷോ എന്നുള്ള നിലക്ക് സുനിലിനെ അത് ആലോചിക്കാൻ പറ്റുമോ? അപ്പോഴാണ് പറയുന്നത്, എം.എഫ്. ഹുസൈൻ ഈ മാധുരി ദീക്ഷിത്തിനെ വെച്ചിട്ട് ഒരു സീരീസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ അതിലെ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നത് ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ് മാധുരി ദീക്ഷിത്ത് എന്ന് ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സുനിലെ നമുക്ക് കാണിക്കേണ്ടത്, നമുക്കൊരു പാരലൽ ഷോ ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഹുസൈനെ പോലുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇല്ലേ ലോക കലയിലും ഇന്ത്യൻ കലയിലും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ പെയിൻറ്റിങ്ങുകൾക്ക് എതിരെ നമ്മളൊരു പാരലൽ ഷോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വിമർശനവും കാര്യങ്ങളും, ഞാനാണെങ്കിൽ വരച്ച് ഇങ്ങനെ ഒരു കാലമാണല്ലോ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രകാരനും. അപ്പം എന്നോട് പറഞ്ഞാൽ അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അയാൾ നടത്തിയിട്ടുള്ളതും, നിൻ്റെ ചിത്രങ്ങളെ അതിനുള്ളൊരു മറുപടിയാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, സുനിൽ തയ്യാറാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊരു ഷോ ചെയ്യാം. അങ്ങനെയാണ് അത് മാളു മാധുരി ദീക്ഷിത് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബ്രോഷറിലൊക്കെ സോമാഷ് തന്നെയാണ് എഴുതുന്നത്. ആ ഷോ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു എൻ്റെ വരയിലെ സ്ത്രീരൂപങ്ങളിലെ അവരുടെ സ്ട്രഗിളും അവരുടെ ദൈന്യതയും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ഒരു ജീവിതത്തിനെ സോമമാഷ് വേറെ രീതിയിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള ഒരു ബദലായിട്ട് വെക്കാം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഭാഗമാണ് ആ ഒരു എക്സിബിഷൻ. പിന്നീട് എനിക്കതിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. ഹുസൈനെ പോലെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വല്ലാതെ ചിത്രമൊക്കെ വരച്ചിട്ടുള്ളൊരു മാസ്റ്റർ പെയിൻറ്ററാണ് അയാൾ. എന്നാലും അങ്ങനെയൊരു സംഗതി എൻ്റെ വരയിൽ ഈ പറഞ്ഞ ദൈന്യതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും കഴിഞ്ഞിട്ട് വരുന്നതിനെ എങ്ങനെയാണ് വേറൊരാൾ റീഡ് ചെയ്യുന്നത് വായിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ ഒരു ഷോ. അന്ന് സോമാഷ് അതിനെക്കുറിച്ചിട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിലാന്ന് തോന്നുന്ന ആ ഷോനെ കുറിച്ച് എഴുതുകയും ചെയ്ത്
അത് സോമാഷിൻ്റെ ചോദ്യങ്ങൾ ഇടപെടലുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആ ലേഖനമുണ്ട്. അപ്പം ഈ രീതിയിലാണ് ഞാൻ എൻ്റെ രൂപങ്ങളെ കൈകാര്യം ചെയ്യുന്നതും രൂപങ്ങൾ എൻ്റെ ചിത്രങ്ങളിലേക്ക് വരുന്ന സ്ത്രീരൂപങ്ങളും ആ സ്ത്രീരൂപങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ചില ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഞാൻ വരയ്ക്കുന്ന സ്ത്രീരൂപങ്ങളിൽ പോലും വിടാണ്ട് പിന്തുടരുന്ന ചില ദൈന്യമുഖങ്ങളുണ്ട്. ആ സ്ത്രീരൂപങ്ങളിൽ മാത്രമല്ല പുരുഷ രൂപങ്ങളിലും ഉണ്ട് എന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. ദൈന്യതയാണ് സുനിലിൻ്റെ വർക്കുകളുടെ മൊത്തം അന്തരീക്ഷത്തിൻ്റെ, അത് പെയിൻറ്റിങ് ആയാലും കളറുകളിലും മൊത്തം ഒരു ദൈന്യതയുടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളീയ പരിസരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അതിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരിക്കണം അത്. ഓക്കെ, നമ്മളത് വിട്ടു. അതിനുശേഷം നിങ്ങൾ യൂണിവേഴ്സൽ ആർട്സ് വന്നു. ഈ ചിത്രകല ഒഫീഷ്യലി, അതായത് നിങ്ങൾ പ്രൊഫഷണലി ഈ മേഖലയിൽ കടന്നു വരുന്ന ഒരു കാലത്ത് ആ സമയത്തുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, നിങ്ങൾക്കുണ്ടായിരുന്ന പുതിയ കാഴ്ച നൽകിയ ഒരു കാഴ്ച മാറില്ല യഥാർത്ഥത്തിൽ. ആ സ്കൂൾ കാലം കഴിഞ്ഞു, ചിത്രകല പ്രൊഫഷണലി പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴെങ്ങനെയായിരിക്കും നിങ്ങളോടൊരു കാഴ്ചയ്ക്ക് വന്നിട്ടുള്ള അതിൻ്റെ സ്വാധീനങ്ങൾ? അങ്ങനെയാണ് നമ്മൾ ഒരു ഈ പറഞ്ഞ മാതിരി ഇൽമസ് കുനേനൊക്കെ സിനിമ കാണുന്നതും, ഇൽമസ് കുനേനെ സിനിമ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ ആകെ എനിക്ക് വായിച്ചിട്ടുള്ളത് പഴയ കലാകൗമുദീൻ്റെ ഫിലിം മാഗസീനിൽ വന്നിട്ടുള്ള കുറേ ആർട്ടിക്കലാണ്. അത് വെച്ചിട്ടാണ് പിന്നെ ഇൽമസ് കുനേനെ ഇവിടെ ഫിലിം സൊസൈറ്റി സിനിമകളിലൂടെയൊക്കെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിനുവലിൻ്റെ സിനിമ കാണുന്നുണ്ട്, മറ്റ് താർക്കോസ്കിൻ്റെ സിനിമയൊക്കെ കാണുന്നുണ്ട്. ഈ സംഗതികളെല്ലാം എൻ്റെ മനസ്സിലൊരു വിഷ്വലായിട്ട് രൂപപ്പെടുകയും ഞാൻ അതിനെ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന പോരാട്ടങ്ങളുടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നതും മനുഷ്യൻ്റെ മറ്റ് സങ്കീർണമായുള്ള ജീവിതാവസ്ഥകളെ തുറന്നു കാണിക്കുന്ന സിനിമകളും എല്ലാം കാണുന്നതോടുകൂടിയാണ് നമ്മൾ എൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജിൻ്റെ അകത്ത്, ഒരു ചിത്രഭാഷേൻ്റെ അകത്തേക്ക് ഞാൻ ഈ സ്കെച്ച് ബുക്കിലൂടെ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോകുമ്പം അവർക്ക് കാണിക്കുന്ന എൻ്റെ സ്കെച്ച് ബുക്കിലെ ഇത്തരം ചിത്രങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മളെ വേറെ രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സങ്കീർണമായിട്ടുള്ള മാനസിക അവസ്ഥകളും യുദ്ധങ്ങളും ഇതിനെതിരായുള്ള പ്രശ്നങ്ങളെയൊക്കെ കാണുന്നതിനെ സ്കെച്ച് ചെയ്യും. ആ സ്കെച്ചിൻ്റെ ഒരു തുടർച്ച ഒരുപാട് സ്കെച്ച് ബുക്കുകളിൽ ഞാനന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്കെച്ച് ബുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അത് അയാളെ ഡയറി മാതിരിയാണ്, അയാൾ അടയാളപ്പെടുത്തുന്നതാണ്, അയാളുടെ പ്രാക്ടീസാണ്, അയാൾ പിന്നെ ചെയ്യാൻ പോകുന്ന വർക്കുകളുടെയൊക്കെ തുടർച്ചയായിട്ട് വരാൻ പോകുന്നതിൻ്റെ ഹോം വർക്കുകളാണ്. ആ കാലത്ത് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചിത്രകാരൻ കൂടിയാണല്ലോ, ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എങ്ങനെയാണ് അതിന് നിങ്ങൾക്ക് ഒരു സംതൃപ്തി, ഒരു എന്താ പറയുക, ഒരു ചിത്രകാർത്ഥത്തിൽ ഇല്ലുസ്ട്രേഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മീനിങ്, അതായത് ഒരു കഥയ്ക്കോ കവിതയ്ക്കോ വരയ്ക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആ രൂപങ്ങളെ, ആ ഇമാജിനറിയെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഇല്ലസ്ട്രേഷൻ രംഗത്തേക്ക് വരുന്നത്. ഞാനിങ്ങനെ അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ചിത്രം വരെയും മറ്റ് പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന സമയം ഒരു ദിവസം സെൻറ്റ് ജോസഫിൽ പോൾ കല്ലാനോട് എന്നെ കണ്ടു തിരിച്ചു വരുമ്പോൾ പുള്ളിനോട് ചോദിച്ചു, നിൻ്റെ
ബുദ്ധിമുട്ടില്ല. നമുക്കൊരു ദേശാഭിമാനിയിൽ എനിക്കൊരു കാർട്ടൂൺ കൊടുക്കാണ്ട് അവിടെ കയറിയിട്ട് പോയാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടെ ദേശാഭിമാനിയിൽ പുള്ളീൻ്റെ കാർട്ടൂൺ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പം മാഷ് എന്നെ സിദ്ധാർത്ഥൻ പരുത്തിക്കാടാണ് അന്ന് അവിടുത്തെ എഡിറ്റർ. സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ പരിചയപ്പെടുത്തുന്നു. സുനിലാണ്, ചിത്രമൊക്കെ വരയ്ക്കും, നന്നായി ഡ്രോയിങ്ങൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ അന്ന് ഭയങ്കര സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. മാഷക്കത് അറിയുകയും ചെയ്യാം. മാഷ് മനഃപൂർവ്വമാണ് ആ രീതിയിൽ എന്നെ പരിചയപ്പെടുത്തിയതെന്നും എനിക്ക് തോന്നുന്നു. അപ്പം അന്ന് ഭാസ്കരനൊക്കെ ദേശാഭിമാനിയിൽ വരയ്ക്കുന്നുണ്ട്. ഭാസ്കരൻ കാസർഗോഡ് നിന്നൊക്കെ വന്ന് ഇവിടെ വരച്ച് സുഹൃത്തുക്കളുടെ കൂടെ താമസിച്ച് വരച്ചു കൊടുത്ത് പോകുന്ന ഒരു സമയം. ഭാരഭാസ്കരൻ. അപ്പം ഈ പോൾ മാഷ് എന്നെ പരിചയപ്പെടുത്തിയപ്പം സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്നോട് ചോദിച്ച്, സുനിലിന് ഇല്ലസ്ട്രേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനതൊരു വീണ് കിട്ടിയ ഒരു അവസരം, ഞാനത് ഉള്ളിൽ ആഗ്രഹിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മളുടെ വായന ഇതെല്ലാം വെച്ചിട്ട് സാഹിത്യത്തിന് ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടൊക്കെ നിൽക്കാൻ പറ്റുക. അന്നത്തെ നമ്മളുടെ മുന്നിൽ മാതൃക ഒന്നൊക്കെ എം വി ദേവനോ നമ്പൂതിരി വയസ്സൊക്കെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 കഥ എടുത്തെന്ന് തോന്നി. സുനിലിന് അതൊന്ന് വരച്ചതാന്ന് പറഞ്ഞു. അത് വരച്ച് കൊണ്ടു കൊടുത്ത കാലം മുതലാണ് എൻ്റെ ഇല്ലസ്ട്രേഷൻ ജീവിതം തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദേശാഭിമാനിയിൽ വരയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് അത് നിർത്തിപ്പോയി, പിന്നെ വീണ്ടും വരയ്ക്കുന്നു. ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ പെയിൻറ്റിങ്ങുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇല്ലസ്ട്രേറ്റർ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ, അതിൽ മാത്രമായിട്ട് നിൽക്കാൻ എന്തോ എൻ്റെ ഒരു മനസ്സ് ഒരിക്കലും സമ്മതിച്ചില്ല. എൻ്റെ മേഖല പലപ്പോഴും എനിക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോഴാണ് എൻ്റേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഞാൻ എന്നുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. അത് ചെയ്യാണ്ട് എനിക്ക് ഇരിക്കാനും പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് ഞാനിത് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പെയിൻറ്റിങ്ങിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള ചില ക്രൈസിസുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് മുമ്പ്, ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. മുമ്പ് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഈ ഇപ്പോഴത്തെ സാധ്യതകളൊന്നുമില്ല, കളറിൻ്റെ സാധ്യതകളൊന്നുമില്ല. ഡ്രോയിങ് ചെയ്യുക, അന്ന് പെന്നും ഇങ്കും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോയിങ്ങുകൾ ആണ് അധികം ചെയ്യുക. അന്ന് ഈ ബ്ലോക്ക് എടുത്തിട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതിലൊരു കറക്റ്റായിട്ട് കിട്ടണം വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്ങിൻ്റെ അകത്തേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ ചിലപ്പം ചാർക്കോളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുമ്പം പോലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. പ്രശ്നമല്ല, അത് നമ്മൾ എഡിറ്റേഴ്സിന് ഇഷ്ടപ്പെടില്ല. അവർ സ്ഥിരമായിട്ട് കണ്ടുപോകുന്ന ഒരു രീതിയിൽ നിന്ന് മാറുമ്പോൾ ഇതെന്താണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നീട് എനിക്കതിൽ നിന്ന് വിട്ടു പോകാനാവാത്ത രീതിയിൽ ഞാനതിൽ ആയിപ്പോവുകയെന്ന്. ഇപ്പോഴത്തെ ഒരു കാലം മാതിരിയല്ല, പെയിൻറ്റിങ്ങിന് മാർക്കറ്റില്ല, ആരും വാങ്ങുന്നില്ല. പിന്നെ ഞാനൊക്കെ എപ്പോഴും നിന്നുകൊണ്ടിരുന്നത് എൻ്റെ ചിത്രങ്ങൾ, ഞാൻ ചെറിയ ചിത്രങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമ്മളുടെ അന്നത്തെ കാലത്തെ സുഹൃത്തുക്കളും എംപ്ലോയീസായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വാങ്ങിച്ചും ഒക്കെയാണ് നമ്മൾ ഇതുവരെ നിലനിന്ന് പോന്നിട്ടുള്ളത്. അല്ലാണ്ട് വലിയൊരു മാർക്കറ്റ് വരുന്നത് കേരളത്തിൽ വളരെ കാലങ്ങൾക്ക് ഈ അടുത്ത കാലത്തൊക്കെയാണ് വരുന്നത്. അതുവരെയും നമ്മൾ ചിത്രം വരച്ചും ഇല്ലസ്ട്രേഷൻ ചെയ്തും പെയിൻറ്റിങ് ചെയ്തും ജീവിച്ചു പോകുന്നത് ഇത്തരം ചില സൗഹൃദങ്ങളുടെ ഇടയിലും സൗഹൃദങ്ങളെ കൊണ്ട് ചിത്രങ്ങൾ വാങ്ങിപ്പിച്ചും വരച്ചും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു സന്തോഷം, ഞാൻ എൻ്റെ ഒരുപാട് ദൂരെ നിന്ന്
കണ്ട മനുഷ്യരുടെ കഥകൾക്കൊക്കെ എനിക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന് വരച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ കഥകൾക്കും MT വാസുദേവൻ നായരുടെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ മനോരമ CD ഇറക്കിയപ്പോഴും അതിൽ എന്നോട് തിരഞ്ഞെടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരച്ചത് നമ്പൂതിരി, CN കരുണാകരൻ, ഭാസ്കരൻ, പിന്നെ ഞാൻ, ഇങ്ങനെ കുറച്ച് പേരാണ് വരച്ചിട്ടുള്ളത്. അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഈ ഇലസ്ട്രേഷൻ മേഖലയിൽ. പൊതുവേ കേരളത്തിൽ ചിത്രകാരന്മാരൊക്കെ ഇപ്പോഴാണ് കുറച്ച് പേരെങ്കിലും അറിയപ്പെടാൻ തുടങ്ങുന്നത്. അതിൻ്റെ മുമ്പേ ഇലസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിലാണ് എന്നെയൊക്കെ അറിയപ്പെടുന്നത്. ഈ ഇലസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രിൻ്റഡ് മേഖലയായതിനെ കൊണ്ട് മാസികകളും വീക്കിലികളൊക്കെ എല്ലാവരും കാണുന്നത് കൊണ്ടും വായിക്കുന്നത് കൊണ്ടും അതിൽ വരയ്ക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കും. ഇപ്പം നമ്പൂതിരിയൊക്കെ എനിക്ക് തോന്നുന്നു KCS പണിക്കരെക്കാളും പത്മിനീനേക്കാളും നമ്മളെ കലാലോകം അല്ല മലയാളികൾ അറിയുന്നത് നമ്പൂതിരിനെയും ASനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഒരു പ്രിൻ്റഡ് മേഖലയിലാവുമ്പം എല്ലാവരുടെ വീട്ടിലും ഇതെത്തും, എല്ലാവരും കാണും. അതിൻ്റെ അകത്ത് അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു കലാജീവിതത്തിൻ്റെ അകത്ത് ഇലസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സാധ്യത വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പെയിൻറ്റിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, എന്നെ പ്രകാശിപ്പിക്കുന്നത് എൻ്റെ പെയിൻറ്റിങ്ങിലൂടെയാണ്. മുമ്പത്തെ സാധ്യതകളും ഞാൻ പറഞ്ഞ ഡ്രോയിങ്ങിൻ്റെ സാധ്യതകൾ എന്നൊക്കെ മാറിയിട്ട് ഇന്ന് ഇലസ്ട്രേഷൻ പോലും ഒരു പെയിൻറ്റിങ്ങിൻ്റെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറിയതിന് ശേഷം ഇന്ത്യ ടുഡേയാണ് അതിൽ വലിയൊരു മാറ്റം വരുത്തിയത്. ആ മാറിയതിന് ശേഷം നമ്മുടെ കലാലോകത്ത് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള പെയിൻറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ ഇലസ്ട്രേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലന്ന് ഇന്ത്യ ടുഡേയിലൊക്കെ അക്കിത്തും പാരീസ് വിശ്വനാഥനും ഡഗ്ലസും ഇങ്ങനെ പലരും അന്ന് ഇന്ത്യ ടുഡേയിലൊക്കെ പെയിൻറ്റേഴ്സ്, ഈ ഇന്ത്യൻ ലോകം അറിയപ്പെടുന്ന ചിത്രകാരന്മാരൊക്കെ അന്ന് അതിൽ ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പ്രഭാകരനെ പോലെ ഇന്ത്യൻ കലയിലെ വളരെ സവിശേഷ സ്ഥാനമുള്ള പ്രഭാകരനടക്കമുള്ള ആൾക്കാർ നമ്മുടെ മലയാളത്തിൽ ഇലസ്ട്രേഷൻ രംഗത്തേക്ക് വരുന്നത് തന്നെ. കാരണം ഇലസ്ട്രേഷൻ്റെ സാധ്യത പഴയ ഡ്രോയിങ്ങുകളുടെ പരിമിതികൾക്ക് പുറത്തേക്ക് പെയിൻറ്റിങ്ങിൻ്റെ സാധ്യത തുറന്നു വന്നതോടുകൂടിയാണ്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം വന്നതോടുകൂടിയാണ് പെയിൻറ്റിങ്ങും ഇലസ്ട്രേഷനും ഡ്രോയിങ്ങും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ച് ഒരു കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സൃഷ്ടിക്ക് ഒരു ചിത്രകാരൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്ന കലാരൂപങ്ങളായിട്ട് നിലനിൽക്കുന്ന രണ്ട് അസ്തിത്വം, രണ്ട് രീതിയിലേക്ക് അതിനെ നിലനിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളുടെ ഒരു മാധ്യമ ലോകം മാറി. അതിൻ്റെ അകത്ത് ഒരു പെയിൻറ്ററുടെ, ഒരു കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ചിത്രത്തിന്, കഥക്ക് ഒരു ചിത്രകാരൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നതുള്ളതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത. സുനേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച്, ചിത്രത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റി. അത് നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്, പുതിയ കാണുന്നവർക്കും ഒരു മുതൽക്കൂട്ടാണ്. അങ്ങനെ സുനേട്ടൻ പ്രയാണം തുടരട്ടെ. ഓക്കെ.